നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ CPMന്റെ അവസ്ഥ. മുകേഷിനെ ഏത് നിമിഷവും പോലീസ് പൊക്കാം. രാജിവെപ്പിക്കണമെന്ന ആവശ്യം CPMലെ പെണ്ണുങ്ങൾ തന്നെ ഉയർത്തുന്നു. ഇതിനിടയിൽ മുകേഷിന് കേരളത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. കൊല്ലത്തെ വീടും പൂട്ടി മുകേഷ് നേരെ ഓടിയത് തലസ്ഥാനത്തേക്കാണ്. ഇവിടെ പിണറായി പോലീസിന്റെ ചിറകിനടിയിൽ വീടിനുള്ളിൽ കയറി പൂട്ടിയിരിക്കുകയാണ് മുകേഷ്. പുറത്തിറങ്ങിയാൽ ജനങ്ങൾ കൈവെക്കുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് മുകേഷിന് അവസാന ആശ്രയം പിണറായി വിജയൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് തലസ്ഥാനത്തേക്ക് മുകേഷിനെ കെട്ടിയെടുത്തതും. കൊല്ലത്തെ വീട്ടിലേക്ക് പെണ്ണുങ്ങൾ ഇരച്ചെത്തിയിരുന്നു. ഇതോടെ മുകേഷിന് മനസ്സിലായി കൊല്ലം തനിക്ക് സേഫ് അല്ല എന്ന്. തൊട്ടു പിന്നാലെ തന്നെ രായ്ക്ക് രാമാനം തലസ്ഥാനത്തേക്ക് ഓടിയെത്തി. എന്നാൽ ഇപ്പോൾ മറ്റൊരു ചർച്ച കൂടി വരുന്നത് തിരുവനന്തപുരത്ത് തന്നെ മുകേഷിനെ കെട്ടിയിട്ടിരിക്കുകയാണെന്നാണ്. അതായത് CPMന്റെ ആളുകൾ മുകേഷിന് ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. നടൻ ഏത് നിമിഷവും അറസ്റ്റിലാകും എന്നുള്ള ഭീതി ഉള്ളതുകൊണ്ട് വിദേശത്തേക്ക് കടക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മുകേഷ് എങ്ങാനും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കും. കാരണം ഇത്ര വലിയൊരു വിവാദത്തിലാണ് മുകേഷ് പെട്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുകേഷിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വന്നു. കൂടാതെ മറ്റ് നടിമാരുൾപ്പെടെ മുകേഷിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നതോടെ മുകേഷ് പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതകൾ CPM തന്നെ ഒരു മുഴം മുന്നേ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ തലസ്ഥാനത്ത് തന്നെ മുകേഷിനെ തളച്ചിട്ടിരിക്കുന്നത്. മുകേഷ് വിദേശത്തേക്കെങ്ങാനും കടന്നാൽ CPMന്റെ വായിലെ പിരിവെട്ടും. പെണ്ണുപിടിയന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് CPM എന്ന ആക്ഷേപം ഇപ്പോൾ തന്നെയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ മുകേഷിനെ സംരക്ഷിച്ചാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. മുകേഷ് വിദേശത്തേക്ക് കടന്നാൽ പാർട്ടിയും സർക്കാരും ഇടപെട്ട് രക്ഷപ്പെടുത്തി എന്നുള്ള തരത്തിൽ വാർത്തകൾ വരും. ഇതോടെ CPMന്റെ അടിവേരിളകും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പെണ്ണുങ്ങൾ ചൂലും കെട്ടിനടിക്കും. ഈ ഒരു പേടി ഉള്ളതുകൊണ്ട് CPMകാർ വളഞ്ഞിരിക്കുകയാണ് മുകേഷിനെ എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. MV ഗോവിന്ദൻ കലിയിളകി നിൽക്കുകയാണ്. മുകേഷ് കാരണം വലിയ തീച്ചൂളയിലാണ് പാർട്ടി വീണിരിക്കുന്നത്. മുകേഷിന്റെ തിരുവനന്തപുരത്തെ വീടിന് പോലീസ് കാവലേർപ്പെടുത്തിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് പോലീസിന്റെ നേതൃത്വത്തിലാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. 2 വാഹനങ്ങളിലാണ് പോലീസ് സ്ഥലത്തെത്തിയിരിക്കുന്നത്. വീടിന് മുന്നിൽ മുകേഷിന്റെ വാഹനമുണ്ടെങ്കിലും MLA വീട്ടിലുണ്ടോ എന്നതിന് വ്യക്തതയില്ല എന്ന് പോലീസും പറയുകയാണ്. പ്രതികരണത്തിനായി മാധ്യമങ്ങൾ എത്തിയെങ്കിലും മുകേഷിന്റേതായി പ്രതികരണമൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നടി കേസുമായി മുന്നോട്ട് പോയതോടെ മുകേഷ് കൊല്ലത്ത് നിന്ന് ഓടുകയായിരുന്നു. നിലവിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ജില്ലയിൽ നടക്കുന്നുണ്ട്. മുകേഷിന്റെ പട്ടത്താനത്തെ വീട്ടിലേക്കും MLA ഓഫീസിലേക്കും മാർച്ചുകൾ നടക്കുകയാണ്. കൊച്ചിയിലെ നടി നൽകിയ ലൈംഗിക പീഡന പരാതിയിലാണ് മുകേഷ് MLAക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കൊച്ചി മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമായതിന് പിന്നാലെയാണ് ഗത്യന്തരമില്ലാതെ പോലീസിന് കേസെടുക്കേണ്ടി വന്നത്. അമ്മയിൽ അംഗത്വവും സിനിമയിൽ ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നതിനിടെയായിരുന്നു പോലീസ് കേസെടുത്തത്. IPC 376 ബലാത്സംഗം, IPC 354 സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ബലപ്രയോഗം, IPC 452 അതിക്രമിച്ചു കടക്കൽ, IPC 509 സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം, വാക്കുകൾ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഊരാക്കുടുക്കിലാണ് മുകേഷ് ഉള്ളത്. ആലുവയിലെ ഫ്ളാറ്റിലെത്തി 12 മണിക്കൂർ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കേസിന്റെ തുടർ നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. പരാതിക്കാരിയുടെ മൊഴി പകർപ്പ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൈമാറിയിട്ടുണ്ട്. MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും സാംസ്കാരിക രംഗത്തെ പലരും മുകേഷിനെതിരെ തിരിഞ്ഞതും ഇതുമാത്രമല്ല തെരുവിലേക്കിറങ്ങി പ്രതിഷേധവും ശക്തമായതോടെ CPM സമ്മർദ്ദത്തിലാകുന്നുണ്ട്. ഇതുമാത്രമല്ല CPMലും കടുത്ത വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ബുധനാഴ്ച മുകേഷിന്റെ ഓഫീസിലേക്ക് RYF മഹിളാ മോർച്ച, UDF എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. സാംസ്കാരിക കേരളത്തിലെ രാഷ്ട്രീയ മാലിന്യമാണ് മുകേഷ് എന്നായിരുന്നു UDF മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുൻ MLA ഷാനിമോൾ ഉസ്മാന്റെ വിമർശനം. ഇത്തരത്തിൽ മുകേഷിനെ വാരി അലക്കിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. മുകേഷിനെ ചുമന്ന CPM ഇപ്പോൾ നാറിക്കൊണ്ടിരിക്കുകയാണ്. നാട് മുഴുവൻ നാറി നാണം കെട്ട് നിൽക്കുകയാണ് CPM എന്ന പ്രസ്ഥാനം.
മുകേഷിനെതിരെ ആരോപണം വന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ മുകേഷിനെ MLA സ്ഥാനം രാജിവെപ്പിച്ച് പടിയടച്ച് പിണ്ണം വെച്ചിരുന്നുവെങ്കിൽ CPM-ന് പിന്നെയും തല ഉയർത്തി നിൽക്കാമായിരുന്നു. എന്നാൽ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM കാണിച്ചത്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ താങ്ങി നിർത്താൻ മാത്രം മുകേഷ് ആരാണ് ഈ പാർട്ടിക്ക്? കണ്ട ചപ്പുചവറുകളെയെല്ലാം പാർട്ടിയിലെടുത്ത് അധികാര സ്ഥാനങ്ങൾ കൊടുത്ത് അവരെ വാഴിക്കുന്ന CPM-ന്റെ നയം എന്ന് ഇല്ലാതാകുന്നോ അന്ന് ഈ പാർട്ടി നന്നാകും. ഇതെല്ലാം ഈ ചപ്പുചവറുകളെല്ലാം പിണറായി വിജയനെ വാതോരാതെ വാഴ്ത്തിപ്പാടിയതിന് അംഗീകാരങ്ങളും അവസരങ്ങളും കിട്ടിയിട്ടുള്ളവരാണ്. മാധവന്റെയും KPSCയുടെയും ഒക്കെ ചരിത്രം പറയുകയല്ലാതെ മറ്റെന്ത് പ്രവർത്തനമാണ് CPM-ന് വേണ്ടി മുകേഷ് നടത്തിയിട്ടുള്ളത്? അച്ഛന്റെ ഒരാളുടെ രാഷ്ട്രീയ ബന്ധം കൊണ്ട് പാർട്ടിയിലേക്ക് വന്ന ആളാണ്. ഒരു നടൻ എന്നുള്ളത് കൊണ്ടുകൂടി ആ വഴിക്ക് കുറച്ച് വോട്ട് കിട്ടും എന്ന് കരുതി കൂടിയാണ് CPM മുകേഷിനെ വലിച്ചെടുത്ത് തോളത്ത് വെച്ചത്. അല്ലാതെ ഈ പാർട്ടിക്ക് വേണ്ടി എന്ത് രീതിയിലാണ് മുകേഷ് പ്രവർത്തിച്ചിട്ടുള്ളത്? കൊടി പിടിക്കുകയോ മുദ്രാവാക്യം വിളിക്കുകയോ തല്ലുകൊള്ളുകയോ ചെയ്തിട്ടുണ്ടോ? അച്ഛന്റെ ഒരാളുടെ ചരിത്രമാണ് CPM-ൽ മുകേഷിനുള്ളത്. അല്ലാതെ മറ്റൊന്നും സ്വന്തമായി CPM-ൽ ചെയ്തിട്ടുള്ള ഒരാളല്ല മുകേഷ്. ഈ അച്ഛൻ ആനപ്പുറത്ത് കയറിയാൽ മകനും തഴമ്പുണ്ടാകണമെന്ന് വാശി പിടിക്കുന്നത് നല്ലതല്ലല്ലോ. പിണറായി വിജയന്റെ കാലത്താണ് ഈ തഴമ്പ് മക്കൾക്കും ഉണ്ടെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. മുൻപൊക്കെ CPM-ൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആകണമെങ്കിൽ പോലും അയാൾ എത്രയോ വർഷങ്ങൾ പാർട്ടിയിൽ പ്രവർത്തിച്ച പരിചയമുണ്ടായെങ്കിൽ മാത്രമേ ഒരു ബ്രാഞ്ച് സെക്രട്ടറി പോലും ആകുകയുള്ളൂ. എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ. പിണറായി വിജയന്റെ കാലത്ത് കണ്ട തൊട്ടികളെയും തോൽവികളെയും എല്ലാം പാർട്ടിയിലെടുത്ത് അംഗീകാരം കൊടുക്കുന്ന നിലയിലേക്ക് CPM എത്തി അധപ്പതിച്ചു എന്ന് വേണം പറയാൻ. ആ അധപ്പതനമാണ് ഇപ്പോൾ CPM-ന്റെ കുഴി തോണ്ടുന്നത്. അനുഭവിച്ചോളുക എന്ന് അല്ലാതെ മറ്റൊന്നും പറയാനില്ല. എന്തായാലും ചുമന്നതല്ലേ മുകേഷിനെ. ഇനിയിപ്പോൾ ഒന്നെങ്കിൽ ആട്ടപ്പടലം വലിച്ചു പുറത്തിടുക എന്നുള്ളത് മാത്രമാണ് CPM-ന് മുന്നിലുള്ള ഏക പോംവഴി. പക്ഷേ പിണറായി വിജയൻ അതിന് തയ്യാറാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഏതെങ്കിലും ഒരു നടി പരാതിപ്പെട്ടാൽ ശക്തമായ നടപടി എടുക്കും. ഏത് വമ്പനായാലും കൊമ്പനായാലും എടുത്ത് അകത്തിടുമെന്ന് AK ബാലൻ വലിയ വീമ്പ് പറഞ്ഞിരുന്നു. ഇത് പറഞ്ഞ AK ബാലനെ ഇപ്പോൾ കാണാനേ ഇല്ല. ഈ CPM-ന്റെ MLA-ക്ക് നേരെ തന്നെ ഒരു നടി പരാതിപ്പെട്ടിട്ടുണ്ട്. എന്ത് നടപടി നിങ്ങൾ സ്വീകരിക്കും? അല്പമെങ്കിലും ഈ നാടിനോട് അല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സ്ത്രീപക്ഷമെന്ന് നെഞ്ചിൽ കൈവച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ ഇത്തരത്തിലുള്ളവർക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് അകത്താക്കുകയാണ് വേണ്ടത്. പക്ഷേ പിണറായി വിജയന് അതൊന്നും പറയാനില്ല. പിണറായി വിജയന് മുകേഷിനെയൊക്കെ സംരക്ഷിച്ച് നിർത്തിയേ പറ്റുകയുള്ളൂ. ഏതായാലും മുകേഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. മുകേഷിനെതിരെ ഇപ്പോൾ ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് CPM-ലെ സ്ത്രീകളടക്കമുള്ളവരാണ്. ഈ പറയുന്ന ചിന്താ ജെറോമോ അല്ലെങ്കിൽ ശൈലജ ടീച്ചറോ വീണ ജോർജ് മന്ത്രിയോ ഒന്നുമല്ല ഇയാൾക്കെതിരെ മുകേഷിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ആനി രാജ, ബൃന്ദ കാരാട്ട് പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകളാണ് മുകേഷിനെ വലിച്ചു പുറത്തിടണമെന്ന ശക്തമായ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, മുകേഷിനെ വെട്ടിലാക്കി മുൻ ഭാര്യ സരിതയുടെ പഴയ അഭിമുഖം ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. അതും CPM സർക്കാരിലെ മന്ത്രി നടത്തിയ അഭിമുഖം. മന്ത്രി വീണ ജോർജ് നേരത്തെ ചാനലിനു വേണ്ടി മുകേഷിന്റെ മുൻ ഭാര്യ സരിതയെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അതിൽ മുകേഷ് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതിനെ പറ്റി അവർ വിശദമായി പറയുന്നുണ്ട്. മുകേഷിന്റെ അച്ഛൻ മാധവൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പരാതിപ്പെടാതിരുന്നതെന്നും സരിത ആ ഇന്റർവ്യൂവിൽ വ്യക്തമാക്കിയിരുന്നു. ഇതും മുകേഷിനെതിരെയുള്ള ആയുധമായി നവമാധ്യമങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അഭിമുഖം നടത്തുന്നത് CPM-ലെ മന്ത്രിയാണെന്നതും ചർച്ചയാകുന്നുണ്ട്. CPM-ലും മുകേഷിനെതിരെ പടയൊരുക്കം ശക്തമാണ്. സരിത മൊഴി കൊടുത്താലും മുകേഷിനെതിരെ കേസ് എടുക്കേണ്ട സ്ഥിതി വരും. അങ്ങനെ അടപടലം പെട്ടുനിൽക്കുകയാണ് മുകേഷ്. ഏത് രീതിയിൽ എപ്പോൾ വേണമെങ്കിലും പണി വരാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇനിയും പിണറായി വിജയൻ മുകേഷിനെ എടുത്ത് തോളത്ത് വെച്ച് സംരക്ഷിക്കാനാണ് നീക്കമെങ്കിൽ നാണം കെട്ടുപോകും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.